കുവൈറ്റ് വെച്ചാണ് കുവൈറ്റ് വെച്ച് എല്ലാ പരിപാടികളും നടത്തുന്നു. അതായത് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഈ ഷെയ്ഖിനെ താക്കോൽ ഏൽപ്പിച്ചിട്ട് വളരെ വിനയാന്വിതനായി പോകാനുള്ള എല്ലാ പരിപാടികളും നമ്മൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ചാച്ചാ ഇങ്ങനെ ഒരു സംഭവം നടന്നു. അയ്യോ നടക്കുകയില്ല, നീ അച്ഛനാകുമ്പോൾ ഇവിടെ ജനം നിനക്കെതിരാ, അതോ നീ ചെയ്തില്ല, നീ വന്ന് നാട്ടിൽ എല്ലാവരുടെ മുമ്പാകെ കല്യാണം കഴിക്കണം. ഞാൻ നോക്കിയപ്പം ഒരു ഷോ അല്ലേ നടത്തിക്കളയാൻ, വാർത്തയായിരുന്നു. അയ്യോ കടൽ കടന്ന എന്ന് പറഞ്ഞ മലയാള മനോരമ ഫ്രണ്ട് പേജിലൊക്കെയായിരുന്നു. അന്നാണ് മുഷറഫും വാജ്പേയിയും ആദ്യമായിട്ട് കൈ കൊടുക്കുന്നത്. ഒരു ഓഗസ്റ്റ് 15 16 ഇവിടെ വാജ്പേയി ജനങ്ങൾ കാണുമല്ലേ, അതോ ഈ കല്യാണത്തിന് വിളിക്കാത്തവരൊക്കെ വന്നു. അപ്പം എൻ്റെ പുള്ളിക്കാർ ചോദിക്കുന്നു ആർ ദീസ് പീപ്പിൾ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കും അറിയത്തില്ല, പക്ഷേ ഇത് സംഭവിച്ചാച്ചൻ്റെ ആൾക്കാരായിരിക്കും. അവിടെയൊക്കെ അമേരിക്ക 20 പേരാണ് കല്യാണത്തിന് വരുന്നത്. 12,000 പേരെ ഇടിച്ചു കയറി. ഞാൻ കൂടെ ഒന്നും കഴിക്കാൻ കിട്ടില്ലെന്നുള്ളതാണ് സത്യം. അതുപോലെ ആളിടിച്ച് കയറി. അറിയാം ഫഹദിൻ്റെ പടത്തിൽ പുള്ളി കഴിക്കാനിരിക്കുന്നുണ്ടല്ലേ, കഴിച്ചിട്ട് പോവുക. നമ്മൾ മധുരം പോലും വെച്ചിട്ടില്ല. പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ഈ കൊതുകടിയും കൊള്ളുന്നതിൽ നല്ല ആക്രഹട്ടാണ്. പുള്ളിക്കാരത്തി പറഞ്ഞു ലെറ്റ്സ് ഗോ ബാക്ക്. അങ്ങനെ ഞങ്ങൾ, എനിക്കും അതായിരുന്നു ആഗ്രഹം, ഇവിടെ വന്നിട്ട് എന്നാ കാണിക്കും. ഞങ്ങൾ ഇവിടുന്ന് പ്ലെയിൻ കയറുന്നു. പുള്ളിക്കാരത്തി ആദ്യം പോയി, എന്നിട്ട് എനിക്ക് വേണ്ടി കളവൊരുക്കാൻ പോകാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി പോയി. ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പം ഈ പുള്ളിക്കാരത്തിയിൽ ഒരു പിണ്ണാക്കുമില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ പുള്ളിക്കാരത്തി, നമ്മുടെയൊക്കെ ഒരു ധാരണയാണ് മദാമ്മ എന്ന് പറഞ്ഞാൽ വലിയ ഗുലാനായിരിക്കും. എൻ്റെ പൊന്നെ പാവി ചന്ദ്രൻ പാതാളം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവിടെ ചെന്നപ്പോൾ ഈ പുള്ളിക്കാരത്തിൻ്റെ ഒരു കോപ്പുമില്ല. ഞാൻ പിന്നെ കോപ്പൊന്നും വെള്ളമില്ലെന്ന്. ഞാൻ പിന്നെ അയൽവക്കത്തെ മദാമ്മയോട് മാം ക്യാൻ യു ഹെൽപ്പ് മീ, ഇച്ചിരി കുളിക്കാനായിരുന്നു. അത് ശരി, വെള്ളമില്ല, കറണ്ടില്ല, തിന്നാനൊരു വഹയില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ ഇതിലും ഭേദം അട്ടപ്പാടി പോകായിരുന്നു, അട്ടപ്പാടി ഇതിലും ഭേദം. ഞാൻ കഴിഞ്ഞ് പണിക്കിറങ്ങി തുടങ്ങി. 2ാം ദിവസം മുതൽ നമ്മൾ അവിടെ താമസിച്ചു. ഈ പുള്ളിക്കാരത്തേക്ക് വീടുണ്ട്, പക്ഷെ അതിന്റെ പേയ്മെന്റ് അടച്ചില്ല, അപ്പോഴേ അവർ കട്ട് ചെയ്യും. അങ്ങനെ ഒരു ഗുണമുണ്ട് അവിടെ. കാർ നമ്മൾ പേയ്മെന്റ് അടച്ചില്ലേ വന്ന് പൊക്കിക്കൊണ്ട് പോകും, നമ്മളെ കൊണ്ട് പോയിക്കൊണ്ട് പോകും. അപ്പം അവിടെ ഈ കാര്യത്തിൽ കർക്കശമായിരിക്കും. ഈ പുള്ളിക്കാരി പറഞ്ഞു നിങ്ങൾ ജോലി ചെയ്തു, അതിനല്ലേ വന്നേ. ഞാൻ മനസ്സിലായി പുള്ളിക്കാരത്തേക്ക് ഒരു ആത്മാർത്ഥമില്ലല്ലോ. ഈ ആദ്യം കാണിച്ചതൊക്കെ ഒരു പൊളിയായിരുന്നു എന്നൊരു വിഷമം പോലെ. ഞാൻ പിന്നെ ജോലി 24 മണിക്കൂറും ജോലി ചെയ്തു. വീക്കെൻഡ് ആകുമ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു തോന്നൽ ഇച്ചിരി ഗ്യാമ്പിൾ ചെയ്താലോ. അത് ഈ പൈസ ഇട്ട് പണ്ടില്ലേ കിളിക്ക് 1 ഇട്ടാ 2, 2 ഇട്ടാ 3 അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് അതും എനിക്ക് അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല. കാരണം നമ്മളൊരു തെറുപ്പൂടി പോലും വലിക്കാതെ സെമിനാരി മെടുക്കാനായിട്ട് പഠിച്ച് നമ്മൾ ആരെയോ പറ്റിക്കോ ഒന്നുമില്ലല്ലോ. ഈ പുള്ളിക്കാരി ഇത് പറ്റിയിട്ടാണല്ലോ ഞാൻ. അപ്പോൾ അങ്ങനെ തപ്പി പിടിച്ചൊരു ഡോക്ടറെ കിട്ടി. ആ ഡോക്ടർ പറഞ്ഞാൽ നീ ലൈസൻസ് എടുത്ത്. മലയാളിയായിരുന്നു? മലയാളി, പുള്ളി പഞ്ചാബിയാണ്. പുള്ളിക്കാരൻ്റെ മക്കളെയൊക്കെ ഞാൻ തബല പഠിപ്പിക്കുകയും അവിടെ പോയത് അത് തബല പഠിപ്പിക്കൊക്കെ തുടങ്ങി. നമ്മുടെ കയ്യിലുണ്ടാവും. എൻ്റെ എപ്പോഴും തബല ഒരു കിഴി ചുമ്മാ ഈ കുചേലം കൊണ്ടുപോകുന്ന പോലെ അതുകൊണ്ട് നടക്കും. കാരണം എവിടെയെങ്കിലും കൊട്ടാങ്കി നമുക്ക് അധികമൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ വെച്ച് 2 പെരട്ടൊക്കെ പുരട്ടി ലക്കിന് ഈ പുള്ളിക്ക് തബല അവരുടെ ഈ ഗുരുദ്വാരയിൽ ചെന്നാൽ ഫ്രീ ഫുഡ് കിട്ടും. അത് മിക്കവാറും ഇവിടുന്ന് പോകുന്ന മലയാളികളും ഹിന്ദിക്കാരും ഈ ലങ്കർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ ഈ പുള്ളി പറഞ്ഞിട്ട് അവിടെ പോയി നമുക്ക് ഇന്ത്യൻ ഫുഡ് വല്ലതും കഴിക്കണ്ട, അവിടെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരൻ്റെ കയറി കുറച്ച് പഞ്ചാബികളെ പരിചയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. ആ ഹോട്ടലിൽ ജോലി ചെയ്തപ്പോഴാണ് ഒരു റിട്ടയർഡ് മേജർ ജനറൽ വന്ന് പെട്ടിയായിട്ട് വരുന്നു. ഞാൻ ചേട്ടാ ഞാൻ എടുത്തു തരാം, ഇപ്പോൾ ശരിയാക്കാന്ന് പറഞ്ഞ് ഈ പിന്നെ ജീപ്പിലെ കിളി പോലെ എല്ലാം കൊണ്ട് പുള്ളി മുറി കൊണ്ട് വയ്ക്കുന്നു, തൂത്തൊക്കെ കൊടുക്കുന്നു. പുള്ളി നോക്കിയപ്പോൾ കൊള്ളാമല്ലോ. പുള്ളിയോട് ചോദിച്ചു, പുള്ളി കത്തോലിക്കനാ. പുള്ളിയോട് അവിടെയും ഞാൻ മലയിലെ പ്രസംഗം അങ്ങ് പ്രസംഗിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു വിശുദ്ധനായിരിക്കുന്നു. പറഞ്ഞു നിനക്ക് ഭാഷ അറിയാമോ? അറിയാം. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന കാർഡ് ഇന്നടുത്ത് കൊണ്ടു കൊടുത്ത് അവരോട് പറ നീ സേവനം ചെയ്യാൻ സന്നദ്ധനാണ്. അമേരിക്കയല്ലേ, എല്ലാവരെയും ഇരുകൈകളും നീട്ടുന്നൊരു രാജ്യമാണ്. അവർക്ക് പാകിസ്ഥാനി എന്നോ ഇന്ത്യനെന്നോ ഒന്നുമില്ല. അവരെന്നെ സ്വീകരിക്കുന്നു. പക്ഷേ എടുത്തത് ഈ ആകാശമോഷ്ടയിൽ നിന്ന് ചാടുന്ന പണിയായിരുന്നു. പ്ലെയിനിൽ നിന്ന് ചാടണം. എനിക്കിതെല്ലാം അറിയോ. എങ്ങാണ്ടൊക്കെ ഒപ്പിടാൻ പറഞ്ഞ് ഞാൻ കയറി ഒപ്പിട്ടാൻ കിട്ടും. കളിച്ച് പിടിച്ച് പാരച്യൂട്ട് പൊതിയാനാണ് പണി കിട്ടിയത്. ഞാനാണ് ഒരു മാവേ പോലും കയറിയിട്ടില്ല. പ്ലാവേ കയറാൻ പറയുമ്പോൾ ചേട്ടൻ കയറിക്കൊണ്ടിരുന്ന് ഞാൻ തോട്ടിയിട്ട് നമ്മൾ ചക്ക ഇട്ടിട്ടുള്ളൂ. ഇത് പാരച്യൂട്ടേയും മറ്റും കയറി പ്ലെയിനിൽ നിന്നൊക്കെ ചാടുന്ന ചിന്തിക്കാൻ പറ്റും. എന്തിനു പറയണം, അവിടെയും തമ്പുരാൻ കാത്തു. 5 ചാട്ടം കറക്റ്റായിട്ട് ചാടി പാരച്യൂട്ട് വിങ്സ് നമ്മുടെ ഇവിടെ അടിച്ചു തരും. പിന്നെ നമ്മൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞല്ല ഇനി നീ പൊതിഞ്ഞ് ചാടണമെന്ന് പറഞ്ഞു. അതായത് നമ്മൾ തന്നെ ചാടാൻ പോണ പാരച്യൂട്ട് പൊതിഞ്ഞിട്ട് ചാടണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിലും വലിയ ടെൻഷനാണ്. കാരണം നമ്മൾ ഓരോ മടക്കുമ്പോൾ കറക്റ്റിൽ ഇതിനകത്തോട്ട് കാറ്റ് കയറിയല്ലോ. ഇതിങ്ങനെ വീഴുമ്പോൾ ഇതിനകത്തോട്ട് കാറ്റ് കയറണം, എന്നാലേ ഉള്ളത് കറക്റ്റായിട്ട് ഒന്ന് വീഴുള്ളൂ. ഒരെണ്ണം ഒരു ചരട് പാളി പോയി കഴിഞ്ഞാൽ അലച്ച് കെട്ടി വീഴും. ഉറപ്പാണ്, നടുവൊടിയും, കാല് രണ്ടും പൂട്ടും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി വേറൊരു സ്കൂള്, അതിന് വേറൊരു 6 മാസം. അപ്പോൾ ഇവിടെയെല്ലാം നിൽക്കുമ്പോൾ നമ്മുടെ ചെറുപ്പ് നിൽപ്പ് നമ്മളെ ആൾക്കാർ പരിഹസിക്കുന്നുണ്ട്. നമ്മുടെ ആക്സെൻ്റ് വർക്കൊരു പുച്ഛമാണ്.
അപ്പോൾ അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മളെ പ്രശ്നത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ജീവിതങ്ങൾ വേറൊരു രാജ്യത്ത് നിന്ന് നമ്മൾ ആ രാജ്യത്തിനിപ്പം പെട്ടെന്ന് ഇപ്പോൾ ഇതിലൊരു സാറിനോട് ചൈന ആർമി ജോലി ചെയ്യാൻ പറഞ്ഞ് നടക്കുമോ? നമ്മൾ മനസ്സുകൊണ്ട് അങ്ങോട്ട് ഒരുങ്ങണം. പിന്നെ നമ്മൾ ആത്മാക്കളെ രക്ഷിക്കാനാണ് അച്ഛനാൻ പോയത്. അവിടെ നേരെ ആത്മാക്കളെ മനുഷ്യശരീരങ്ങളെ കൊല്ലാൻ വേണ്ടിയുള്ള പണിക്കാം. വാട്ട്സ് യുവർ ജോബ് ആസ് എ സോൾജിയർ എന്ന് വെച്ചിട്ട് ടു ഷൂട്ട്, മൂവ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് എന്നാണ് ഞങ്ങളുടെ പ്രമാണം. മുന്നോട്ട് പോവുക, വെടിവെച്ചിടുക, അതാണ് ഞങ്ങളെ ഒരുക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയൊക്കെ ഒന്ന് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിയ പാടായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ വല്ല ശാന്തതയുള്ള കുടുംബത്തിൽ പറഞ്ഞവനാണ് വട്ടായി പോയനെ. നമ്മൾ ഓൾറെഡി തീയിൽ കൊരുത്തായാണ്, അങ്ങനെയൊന്നും പാടിയില്ല. എല്ലാം പഠിച്ചിട്ട് നമ്മൾ ഇറക്കുവാണ്. അതെ, കാരണം ഞങ്ങളുടെയൊക്കെ അവിടെ ചെറുപ്പകാലത്തൊക്കെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പുളിവാറ്, തെരണ്ടിവാലിനൊക്കെ അടി വരും. പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തി നിൽക്കണം, പറയേണ്ട ജോലി ചെയ്യണം, രാവിലെ എഴുന്നേറ്റാൽ ഉടൻ ചാർജിലായിരിക്കണം, പള്ളിയിൽ പോകാൻ എഴുന്നേറ്റിൽ വെള്ളം കോരി ഒഴിക്കും. അപ്പോൾ നമ്മൾ ഇച്ചിരിയുടെ ഈ റഫായിട്ട് ജീവിച്ച കാരണം വെൻ ഇറ്റ് ഈസ് ടഫ് ദ റഫ് കീപ് ഗോയിങ് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ എനിക്കത് ഗുണം ചെയ്തു. ഇവിടെ എൻ്റെ കൂടെ ഉള്ളവന്മാർ ഈ ബേസിക് ട്രെയിനിങ്ങിൽ ഐസ് വെള്ളം കിട്ടിയില്ലെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു. ഞാൻ പറഞ്ഞിടെ ഐസ് പിടിച്ചിട്ട് പച്ചവെള്ളം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നമ്മളിരിക്കുന്നു. അപ്പോൾ അമ്മമാർക്ക് ഐസ് ഇട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് അവർ വെള്ളം കുടിക്കുന്നു. അത് കിട്ടിയില്ല, അവർ മെൻ്റലി സ്ട്രെസ്ഡ് ആവും. അപ്പോൾ ഇതിനെല്ലാം അതിജീവിച്ച് നമ്മൾ എല്ലാം ചെയ്ത് നമ്മൾ പട്ടാളത്തിൻ്റെ കേന്ദ്രങ്ങളിലെത്തി ജോലി തുടങ്ങും. പാരച്യൂട്ടിൽ നിന്ന് ചാടുന്നു. എനിക്ക് ഫോറിൻ ജമ്പിങ്സ് ഉണ്ട്, ഇന്ത്യക്കാരുമായിട്ട് ചാടിയിട്ടുണ്ട്. ഇവിടുന്ന് ഇന്ത്യൻ ഓഫീസേഴ്സാണ് വരുന്നത്. അവിടെ നമ്മൾ ക്രോസ് ട്രെയിനിങ് ഒക്കെ നടത്തും. അപ്പോൾ ഇന്ത്യക്കാർക്കൊക്കെ അഭിമാനമായിരുന്നു. കാരണം CNN-ലും അവിടെ എന്നെ ഒത്തിരി മലയാളി അസോസിയേഷനൊക്കെ ഫെലിസിറ്റ് ചെയ്യും. നമ്മുടെ ഒരു മലയാളി ആദ്യമായിട്ട് എൻലിസ്റ്റഡാണ്. അപ്പം ഓഫീസേഴ്സൊക്കെ ഒത്തിരി പേരുണ്ട്. ഈ ഡോക്ടറായവരൊക്കെ പെട്ടെന്ന് അവർക്കൊക്കെ എളുപ്പം. എൻലിസ്റ്റഡ് ആയിട്ട് ട്രെയിനിന് തലവയ്ക്കാൻ ആരെങ്കിലും പോകുമോ? അമേരിക്ക നമ്മളെത്തി, ഏറ്റവും ദ ലാൻഡ് ഓഫ് ദ ഫ്രീ, ലാൻഡ് ഓഫ് ലിബർട്ടി, തേനും പാലും ഒഴുകുന്ന നാടാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ആരെങ്കിലും പോയി ഈ റിസ്ക് എടുക്കുമോ? പക്ഷേ ആലഞ്ചേരി എടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എൻ്റെ കഥകൾ ഇന്ന് ഇവിടുത്തെ ഏതൊരു മലയാളിയോട് ചോദിച്ചാലും പറയുന്നത്. സന്തോഷ് കൊളങ്ങരയ്ക്ക് അതിനെ ഞാൻ ഒത്തിരി കൃതാർത്ഥനാണ്.